dear students, അപ്പോൾ നമുക്ക് ഇനി ക്വിക്കായി റിവൈസ് ചെയ്യാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്റർ ആണ്. ശരിക്കും നീറ്റിന് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ ഷോർട്ടായി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചാൽ വളരെ ഷോർട്ടായി അതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ലെറ്റ്സ് മൂവ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? നമുക്കറിയാം WHO പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ഹാവിങ് എ നോർമൽ സെക്സ് ഓർഗൻ വിച്ച് ഇസ് ഫങ്ഷണൽ, പക്ഷേ ഫിസിക്കൽ, ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് റീപ്രൊഡക്ഷൻ ഷുഡ് ബി ഫൈൻ. WHO ആണ് ശരിക്കും ആ ഒരു ഡെഫിനേഷൻ കൊടുത്തത്. ആൻഡ് ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് കൺട്രി ടു സ്റ്റാർട്ട് എ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാം നാഷൻ വൈഡ്. ആ പ്രോഗ്രാമിനെയാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1951 സ്റ്റാർട്ട് ചെയ്തു. And later on, this program was renamed as Reproductive and Child Health Care Program. ഇനി നമുക്കറിയാം ഈ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം വഴി നമ്മൾ പീപ്പിൾസിലേക്ക് ഒരു പബ്ലിക് അവയർനെസ് കൊണ്ടുവന്നിട്ടുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കോൺട്രസെപ്റ്റീവ്സിൻ്റെ റിസർച്ചസ് നടത്തിയിട്ടുണ്ട്. സഹേലി പോലുള്ള റിസർച്ചസ് ഇതിൻ്റെ വിങ്ങിൻ്റെ താഴെയാണ് നടന്നിട്ടുള്ളത്. മെറ്റേണൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഓവറോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്തു. ബട്ട് നമ്മൾ ശരിക്കും ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു കാര്യമുണ്ട്, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം. പക്ഷേ എന്നിട്ടും നമ്മളുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇപ്പോഴും <2% എന്ന റേറ്റിൽ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദ മെയിൻ റീസൺ ഈസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് ഇപ്പോഴും ഉള്ളത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞപ്പോൾ ശരിക്കും ഡെത്ത് റേറ്റ് കുറയുകയാണ് ചെയ്തത്. ഓൾസോ ഹെൽത്ത് ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ടോട്ടൽ നാറ്റാലിറ്റി റേറ്റിലും കുറവുണ്ടായി, വിച്ച് ആക്ച്വലി ആഡഡ് ഓൺ ടു അവർ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നു. സോ വാട്ട് ഇസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്? നമുക്കറിയാം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ സ്കേഴ്സിറ്റി ഓഫ് റിക്വയർമെൻറ്റ്സ്, ബേസിക് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. അതുകൊണ്ട് വി നീഡ് ടു ആക്ച്വലി കൺട്രോൾ ഇറ്റ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്മോൾ ഫാമിലീസിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഫാമിലീസ്, സ്മോൾ ഫാമിലി നോംസ് ഉണ്ട്. ഹംദോ ഹമാര ഏക്ക് എന്ന് പറയുന്ന ഈ നോംസ് വഴി സ്മോൾ ഫാമിലീസിലേക്ക് കൊണ്ടുവരിക. മാരേജബിൾ ഏജ് ഗ്രൂപ്പ് റൈസ് ചെയ്യുക. അതുപോലെ അഡോപ്ഷൻസിന് കുറച്ച് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ ഒരുവിധം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഈ ഒരു റീജിയനിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിലേക്ക് പോകും. അപ്പോൾ ഹൗ ടു കൺട്രോൾ അൺവാണ്ടഡ് പ്രഗ്നൻസീസ്? ഇറ്റ് ഈസ് ബൈ യൂസിങ് കോൺട്രസെപ്റ്റീവ്സ്. അൺവാണ്ടഡ് പ്രഗ്നൻസീസിനെ അവോയ്ഡ് ചെയ്യുക. ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. സോ ദ ഫസ്റ്റ് മെത്തേഡ് ഇസ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്. അതിൽ 3 മെത്തേഡ്സ് ആണുള്ളത്: പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, ലാക്ടേഷൻ അമനോറിയ. ഈ 3 മെത്തേഡിലും വി ആർ നോട്ട് യൂസിങ് എനി കെമിക്കൽസ്, ബാരിയേഴ്സ് എക്സെട്ര. വി ആർ ഡിപ്പെൻഡിങ് ഓൺ സംതിങ് ലൈക്ക് ഓവം ഒരിക്കലും സ്പേമിനെ മീറ്റ് ചെയ്യരുത്. അതാണ് നമ്മളുടെ ഐഡിയ. പക്ഷേ ഇതിൻ്റെ റിലയബിലിറ്റി കുറവാണ്, എന്നാൽ സൈഡ് എഫക്റ്റ് നില്ലാണ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുമ്പോൾ ഫീമെയിലിന്റെ ഫെർട്ടൈൽ പീരീഡിൽ യു ഡോണ്ട് ഗോ ഫോർ കോയിറ്റസ്, ദാറ്റ് ഈസ് 10 to 17th day ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയുമ്പോൾ വിഡ്രോയിങ് ദ പെനിസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. ആൻഡ് ലാക്ടേഷൻ അമനോറിയ എന്ന് പറയുമ്പോൾ ഇന്റൻസ് ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് 6 months സിൻസ് പ്രൊലാക്റ്റിൻ ലെവൽ ഇസ് ഹൈ, ഇറ്റ് വിൽ ഇൻഹിബിറ്റ് GnRH. അതുവഴി LH-FSH ഇല്ല. സോ ഓവുലേഷൻ പ്രിവെന്റഡ് ആയിരിക്കും. ദർ വിൽ ബി നോ മെൻസ്ട്രൽ സൈക്കിൾ. ഈ പീരീഡിൽ ഇറ്റ് ഇസ് സേഫ് ടു ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ്. Now the next is barrier method. Barrier എന്ന് പറയുമ്പോൾ we keep a barrier so as to prevent the sperm from reaching the ovum. ഇവിടെ ബാരിയർ ആയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള STDയും പ്രിവെന്റ് ചെയ്യുന്ന ബാരിയർ ആണ് കോണ്ടംസ്. ഫീമെയിൽ ആൻഡ് മെയിൽ കോണ്ടം. മെയിൽ കോണ്ടത്തിന് ഒരു എക്സാമ്പിൾ ആണ് നിരോധ്. ദെൻ ഓൾസോ ഫീമെയിൽസിന് റിമൂവബിൾ ആയി യൂസ് ചെയ്യാവുന്നതാണ് ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ്. ഇത് സെർവിക്സിന് എന്ത് ചെയ്യും, പിന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും ഡ്യൂറിങ് ദ ടൈം ഓഫ് കോയിറ്റസ്. അങ്ങനെ ആകുമ്പോൾ സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സെർവിക്സ് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ കുറച്ച് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ സ്പെർമിസൈഡൽ ക്രീംസ് കൂടെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. Now you have intrauterine devices. ഇതൊരു ഗ്യാപ്പിംഗ് മെത്തേഡ് ആണെന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും IUDs ആണ്. IUDs ശരിക്കും ആക്ട് ചെയ്യുന്നത് ഒരു സാധനത്തിന് നമ്മൾ യൂട്രസിൽ കൊണ്ട് വെക്കുകയാണ്, സോ ദാറ്റ് ദ സ്പേമിൻ്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യും. അതിൽ ലിപ്പീസ് ലൂപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പോളിപ്രോപ്പിലിൻ്റെ ഒരു നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൂപ്പാണ് വെക്കുന്നത്. അത് ഫാഗോസൈറ്റോസിസ് വഴിയാണ് സ്പേമിനെ കില്ല് ചെയ്യുക. എന്നാൽ കോപ്പർ റിലീസിങ് IUDs വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പർ അയോൺസ് സ്പേമിൻ്റെ മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറയ്ക്കും. ലൈക്ക് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. എന്നാൽ ഹോർമോൺ റിലീസിങ് IUDനെ വെച്ചാൽ അത് യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷനും ആക്കും, സെർവിക്കൽ മ്യൂക്കസിനെ തിക്കാക്കുകയും ചെയ്യും.
സോ ദിസ് ഈസ് ഹൗ ദീസ് 3 വർക്ക്. ഇനി അടുത്തതാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്. ഓറൽ കോൺട്രസെപ്റ്റീവ് യു ടേക്ക് മെഡിസിൻസ്. ഈ മെഡിസിൻസിൽ ഏറ്റവും ഉപയോഗിക്കുന്നത് സ്റ്റിറോയിഡൽ കോൺട്രസെപ്റ്റീവ്സ് ആണ്. അതിന് ഡെയിലി പില്ലെന്നാണ് പറയുക, മാല ഡി, മാല എൻ. ഇവർ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒള്ളി പിൽസ് ആണ്. ഇതിന് ഫസ്റ്റ് 5 ഡേ ഓഫ് ബ്ലീഡിങ് നമ്മൾ കഴിക്കില്ല. ആഫ്റ്റർ വിച്ച് സ്റ്റാർട്ട് ചെയ്ത് 21 ഡേയ്സ് കണ്ടിന്യൂസ് കഴിക്കും. എന്നിട്ടൊരു 7 ഡേയ്സിലേക്ക് കഴിക്കില്ല, ഗ്യാപ്പ് കൊടുക്കും. അപ്പോഴേക്ക് പിന്നെയും ബ്ലീഡിങ് വരും. ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ് ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ ആൻഡ് ഓൾസോ തിക്കൻസ് ദ സെർവൈക്കൽ മ്യൂക്കസ്. അങ്ങനെ സ്പേം എൻട്രിയെ പ്രിവെന്റ് ചെയ്യും. വെരി എഫക്റ്റീവ് ആണ്, സൈഡ് എഫക്ട്സേ ഇല്ല. ഇനി സഹേലി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ CDRI ഡെവലപ്പ് ചെയ്ത സഹേലി ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലെസ് സൈഡ് എഫക്റ്റ് ഉള്ള ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. ഇത് സ്റ്റിറോയിഡൽ അല്ല, നോൺ സ്റ്റിറോയിഡൽ ആണ്. ഇത് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന പിൽസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ വൺസ് ഇൻ എ വീക്ക് പിൽ. നൗ ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ആണ്. സെയിം ആക്ഷൻ ഓഫ് പിൽസ് ആണ്, പക്ഷേ ഇതൊരു 5 ഇയേഴ്സ് വരെയൊക്കെ ഒരു ലോങ്ങർ പീരീഡിൽ ആക്ട് ചെയ്യും. നൗ നമുക്ക് എമർജൻസി കോൺട്രസെപ്റ്റീവ് ആയിട്ടും നമുക്ക് പ്രൊജസ്ട്രോണിനെ യൂസ് ചെയ്യാം. ഈവൺ IUDസിനെയും യൂസ് ചെയ്യാം. സോ യു ഹാഡ് ആൻ ഇൻ്റർകോഴ്സ് ആഫ്റ്റർ വിച്ച് നമുക്കൊരു കുട്ടി വേണ്ടാന്നാണെങ്കിൽ ജസ്റ്റ് 72 അവേഴ്സിന് മുമ്പായി ഇഫ് യു കീപ്പ് എൻ IUD ഇൻ ദ യൂട്രസ് ഓർ ഇഫ് യു ടേക്ക് എൻ പ്രൊജസ്ട്രോൺ പിൽ കോൾഡ് ആസ് I-pill, അതെന്ത് ചെയ്യും, നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യും. നൗ the sterilization methods. It's ENT methods നെയാണ് sterilization methods എന്ന് പറയുക. സർജിക്കൽ മെത്തേഡ്സ് ആണ് ഇവിടെ വരിക. വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി. വാക്സെക്ടമി എന്ന് പറയുമ്പോൾ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യുന്നു, ടൈ ചെയ്യുന്നു. ദിസ് ഇസ് ഡൺ ബൈ പുട്ടിങ് ആൻ ഇൻസേർഷൻ ഇൻ എ സ്കോട്ടം ആൻഡ് കട്ടിങ് ആൻഡ് ടൈങ് ഇറ്റ്. ട്യൂബെക്ടമി എന്ന് പറയുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്നു, ടൈ ചെയ്യുന്നു, സോ ദാറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പേമിനും ഓവത്തിനും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 മെത്തേഡ്സും ടെർമിനൽ മെത്തേഡ്സ് ആണ്. യു കനോട്ട് ആക്ച്വലി റിവേഴ്സ് ഇറ്റ് ബാക്ക്. നൗ യു ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ ആൻഡ് വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. നമ്മൾ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നില്ല. യു ആർ ടെർമിനേറ്റിംഗ് ആ പ്രഗ്നൻസി ബിഫോർ a കംപ്ലീറ്റ് ഗസ്റ്റേഷൻ പീരീഡ് ആൻഡ് വോളണ്ടറിലി അല്ലെങ്കിൽ ഇന്റൻഷനലി ആണ് ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈവൺ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, 1/5 ഓഫ് ദ ടോട്ടൽ കൺസീവ്ഡ് പ്രഗ്നൻസീസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ എൻ ഇയർ ഓൾ ഓവർ ദ വേൾഡ് MTP ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് 45 to 50 million MTPs. MTP പോപ്പുലേഷൻ ഡിക്രീസിന് ഒരു കാരണമാണ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് സം ഇഷ്യൂസ്. കാരണം ഇത്തിക്കൽ, റിലീജിയസ് ആൻഡ് ഇമോഷണൽ ഇഷ്യൂസ് കൊണ്ട് തന്നെ ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ലീഗലൈസ്ഡ്. ഇന്ത്യ ഇതിനെ ലീഗലൈസ് ചെയ്യുന്നത് 1971 കാരണം നമ്മളിവിടെ പെൺകുട്ടിയാണെന്ന് അമിനിയോസിന്തസിസ് വഴി പിന്നെ സെക്സ് ഡിറ്റർമിൻ ചെയ്ത ശേഷം ആൾക്കാർ എന്ത് ചെയ്യും, ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് MTPനെ 1971 ലീഗലൈസ് ചെയ്യുന്നത്. ലീഗലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ ഒരു കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയോ റേപ്പ് കേസ് ആണെങ്കിലോ ഈവൺ അമ്മയ്ക്കോ കുട്ടിക്കോ ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിലോ അങ്ങനെ ഏത് കേസിലും MTPs ഈസ് പോസിബിൾ ബൈ എ സർട്ടിഫൈഡ് ഡോക്ടർ. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്റർ 6th മന്തിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഇസ് ഡേഞ്ചറസ് ഫോർ ദ മദർ. അതുകൊണ്ട് തന്നെ MTP പോസിബിൾ ആവണമെങ്കിൽ മദറിനോ അതോ പിന്നെ കുട്ടിക്കോ ഇറ്റ് ഷുഡ് ബി ഫേറ്റൽ ഓർ ലീതൽ. ഇഫ് കണ്ടിന്യൂയിങ് പ്രഗ്നൻസി ലീതലോ ഫേറ്റൽ ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, MTP ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ടു 2 ഡോക്ടേഴ്സ്, സർട്ടിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ അതോറിറ്റിയിൽ മാത്രം. നൗ വി മൂവ് ഓൺ ടു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ STDs അല്ലെങ്കിൽ വെനീറൽ ഡിസീസസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഉണ്ട്, വൈറൽ ഉണ്ട്, ഫംഗൽ ഉണ്ട്, ബാക്ടീരിയൽ ഉണ്ട്, വൈറൽ ഉണ്ട്, പ്രോട്ടോസോവൽ ഉണ്ട്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാം. ആദ്യമേ നോൺ ക്യൂറബിൾ STDs, അതാണ് ഹെപ്പറ്റൈറ്റിസ് B, HIV ആൻഡ് ജെനീഷ്യൽ ഹെർപ്പിസ്. ഇത് 3ഉം നോൺ ക്യൂറബിൾ ആണ്. യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ഓൺലി, യു കനോട്ട് ക്യൂർ ഇറ്റ്. ഇതിൽ തന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണെങ്കിലും സെക്സ് ഓർഗൻസിനെ ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യാത്തത് ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ തന്നെ HIV ആണ്. ഇനി ഈ രോഗങ്ങളിൽ ബാക്ടീരിയൽ ഡിസീസസ് ആണ് ഗൊണേറിയ, ദാറ്റ് ഈസ് കോസ്ഡ് ബൈ നിസേറിയ ഗൊണേറിയ, അതുപോലെ സിഫിലിസ്, ട്രിപ്പോണിമ പാലഡിയം. വൈറൽ ഡിസീസസ് ആണ് ഹെപ്പറ്റൈറ്റിസ് B, HIV, ജെനീഷ്യൽ വാർഡ്സ്, ജെനീഷ്യൽ ഹെർപ്പസ്. ആൻഡ് പ്രോട്ടോസോവൽ ഡിസീസ് ആണ് ട്രൈക്കോമോണിയാസിസ്.
STDs എല്ലാം തന്നെ ഏർലി സിംറ്റംസ് ഭയങ്കര സ്ലൈറ്റ് ആണ്. ഇച്ചിങ്ങും ഫ്ലൂയിഡ് ഡിസ്ചാർജും പെയിൻ ഓർ സ്വെല്ലിംഗ് ഇൻ ദ ഏരിയ. ഇതൊക്കെ ട്രീറ്റബിൾ ആണ് ഇനിഷ്യൽ കണ്ടീഷനിൽ. പക്ഷേ ഇഫ് യു ഡോണ്ട് ട്രീറ്റ് ഇറ്റ്, അതെന്ത് ചെയ്യും, ഇറ്റ് ഗോസ് ഇൻ ടു മച്ച് മോർ എന്താണ് കോംപ്ലിക്കേറ്റഡ് സിംറ്റംസ്. കോംപ്ലിക്കേറ്റഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുക, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ യൂട്രസിലല്ലാതെ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കുക, അബോഷൻ, സ്റ്റിൽ ബർത്ത്, ക്യാൻസർ ഓഫ് സെർവിക്സ് ഒക്കെ ഇതിൻ്റെ മേജർ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇഫ് യു ആർ നോട്ട് ട്രീറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ആൻഡ് മോസ്റ്റ്ലി ഇത് കാണുന്നത് 15 to 24 ഏജ് ഗ്രൂപ്പിലാണ് മോർ വൾണറബിൾ ടു STDs. സോ ഹൗ ടു പ്രിവെൻറ്റ് ഇറ്റ്? അൺനോൺ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അവോയ്ഡ് ചെയ്യുക, കോണ്ടംസ് കോയിറ്റസിൽ യൂസ് ചെയ്യുക, ക്വാളിഫൈഡ് ഡോക്ടേഴ്സിന് ഏർലി ഡിറ്റക്ഷൻ ഓഫ് STDs ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗോ ആൻഡ് സീ എ ക്വാളിഫൈഡ് ഡോക്ടർ. Now you can do one question from STD and we will move on to infertility, the last topic. Infertility എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ, അതും അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ കോഹാബിറ്റേഷനിൽ 2 വർഷത്തിൽ അധികം നിൽക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എങ്കിൽ then we say that it is infertility. അത് മെയിൽ ഇഷ്യൂസ് ആവാം, ഫീമെയിൽ ഇഷ്യൂസ് ആകാം. എഗെയിൻ കാരണം ഫിസിക്കൽ ആവാം, ഫങ്ഷണൽ ആവാം, കൺജനൈറ്റൽ ആവാം, ഇമ്മ്യൂണോളജിക്കൽ ആവാം, സൈക്കോളജിക്കൽ ആവാം. മെനി റീസൺസ് ആർ there for it. ഇൻഫെർട്ടിലിറ്റിയിൽ ഇനിഷ്യലി നമ്മൾ ഈ റീസൺ കണ്ടുപിടിച്ച് അതിനെ ക്യൂർ ചെയ്യാനാണ് ശ്രമിക്കുക. ബട്ട് ഈവൻ ദെൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഫെർട്ടൈൽ, അങ്ങനെയുള്ള കേസസിലാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി വരിക, ടെക്നിക്സ് ടു ട്രീറ്റ് ദി ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ്. ഇവിടെ നമുക്ക് ഇൻവിവോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡിയാണ് ഫെർട്ടിലൈസേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ ഓവത്തിനെ എടുക്കുന്നു, അതുപോലെ സ്പേമിനെ എടുക്കുന്നു, ടെസ്റ്റ് ട്യൂബിൽ വെച്ച് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്പേമിനെ ഓവത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്ന സൈഗോട്ടിനെ ഒരു 8 സെല്ല് വരെയാണെങ്കിൽ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുന്നത് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ അത് വലുതായി അത് നമ്മുടെ യൂട്രസിലേക്ക് കീപ്പ് ചെയ്യും, യൂട്രൈൻ ട്രാൻസ്ഫർ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ നമുക്ക് ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുമെങ്കിലോ? നമുക്ക് നോക്കിയാലോ, ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ വി ക്യാൻ ഡു ഫെർട്ടിലൈസേഷൻ. അങ്ങനെയാണെങ്കിൽ വി വിൽ കീപ്പ് ആൻ ഓവം. അവിടുത്തെ പ്രശ്നം ചിലപ്പോൾ ഓവം ഇല്ലാത്തതായിരിക്കും. വി ക്യാൻ കീപ്പ് ആൻ ഓവം ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഫ്രം എ ഡോണർ. ഇതിനെയാണ് ഗിഫ്റ്റ് എന്ന് പറയുക, ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. ഇനി സെമൻ വരാത്തതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെമനെ ഫീമെയിലിൻ്റെ വജൈനയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇനി കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഒരു സേഫർ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് യൂട്രസിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാം, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓവത്തിനെയും സ്പേമിനെയും ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ച് കൊണ്ടുവരാം, അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ദെൻ ഇംപ്ലാന്റേഷൻ നടക്കുന്നു. സോ ദാറ്റ് ഈസ് ഫോർ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ, ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്സ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ, ഫെർട്ടിലൈസേഷൻ നടക്കാനാണ്. വാട്ട് ഈസ് എ പ്രോബ്ലം വിത്ത് ആർട്ട്? അങ്ങനെയാണെങ്കിൽ ഇൻഫെർട്ടൈൽ എല്ലാ കപ്പിൾസും എന്തുകൊണ്ട് ആർട്ടിലേക്ക് പോകുന്നില്ല? ബേസിക് തിങ്സ്, ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് ഇതിനാവശ്യമുണ്ട്, ഹൈ പ്രിസിഷൻ ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്, ഫ്യൂ സെൻറ്റേഴ്സ് ആണുള്ളത്. രണ്ടാമത് ഇമോഷണൽ സോഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് ആൾക്കാർ ചെയ്യാറില്ല. സോ ഫോർ പാരൻറ്ഹുഡ് വൺ ഓഫ് എ ബെസ്റ്റ് അനദർ മെത്തേഡ് ഈസ് അഡോപ്ഷൻ. ഒരുപാടധികം ഓർഫൻസ് ഉള്ള രാജ്യമാണ്. സോ അഡോപ്ഷൻ ഓൾസോ ഈസ് എ ബെസ്റ്റ് മെത്തേഡ്. ലീഗൽ അഡോപ്ഷൻ എന്ന് പറയുന്നത് പാരൻഹുഡിലേക്കുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ദ ചാപ്റ്റർ കംപ്ലീറ്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. സോ സീ യു വിത്ത് എറ്റ് അനദർ ചാപ്റ്റർ. ബൈ. താങ്ക് യു.